ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ള ഒരു മിനി സൺഫ്ലവർ ബൊക്കെയാണ്. അപ്പം സൺഫ്ലവർ ആയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബൊക്കെയാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് യെല്ലോ കളർ പേപ്പറാണ് വേണ്ടത്. വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ ബ്ലാക്ക് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതുകൂടാതെ തന്നെ നമ്മൾ യെല്ലോ കളർ പേപ്പറും ഇതേപോലെ സെയിം മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് പശ വെച്ച് അറ്റത്തൊന്ന് ഒട്ടിക്കാം. വേണമെങ്കിൽ സ്റ്റാർട്ടിലും പശ തേക്കുന്നവർക്ക് തേക്കാം കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ബ്ലാക്ക് ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ യെല്ലോ കളർ പേപ്പർ ഇതേ സെയിം മെത്തേഡിൽ കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സൺഫ്ലവറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് ഈ സെയിം മെത്തേഡിൽ തന്നെ ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ചെയ്തതിന് ശേഷം അത് അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ നമുക്ക് ഈ ബൊക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ സാധനം ഉണ്ടാക്കണമല്ലോ. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് ഞാൻ ജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ സ്ക്വയർ പേപ്പർ എടുത്ത് പിന്നെ ഇതേപോലെ ആക്കിയപ്പോൾ വലുതായപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഷേപ്പായി പോയതാണ് കേട്ടോ. എത്ര കട്ട് ചെയ്തിട്ടും ഷേപ്പിലൊരു തൃപ്തി ഇല്ലായിട്ട് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് എന്തൊക്കെയോ ഒരു രീതിയിൽ ഒരു ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് അവസാനം ഇതേപോലെയൊക്കെ ആക്കിയെടുത്ത് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേപോലെയൊക്കെ ആക്കിയെടുത്ത് പിന്നെ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് ഇതേപോലെ അടുക്കി വെച്ച് ഒട്ടിച്ചെടുത്തു. അവസാനം വലിയ തിരക്കേടില്ലാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ പരിപാടിയും ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഒന്നും കൂടെ ചെറുതാക്കണം എന്ന്. അപ്പം ഞാൻ ഒന്നും കൂടെ ചെറുതാക്കി പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്സ് ഒക്കെ വരച്ചു കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുത്തു. ഞാൻ ഒന്നും കൂടെ നോക്കിയപ്പോൾ ചെറിയൊരു അപാകത ഫ്ലവറിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചു.